ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏഷ്യാറ്റിക് ലില്ലിയുടെ വിശേഷങ്ങളായിട്ടാണ്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അന്ന് അതിൽ വൈറ്റാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാതും പൂവിടുമ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഇപ്പോൾ ദേ റെഡൊക്കെ പൂവിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കുറേ കളേഴ്സ് പൂക്കൾ വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കളറിൽ കാണാൻ പറ്റും കേട്ടോ ഏഷ്യാറ്റിക് ലില്ലി. പിന്നെ ഇതിൻ്റെ ബൾബുകളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചെടിയുടെ അടിവശത്ത് ബൾബുകൾ ഉണ്ടാവും. അത് സ്പ്രിംഗ് സീസൺ ആകുമ്പോഴാണ് ബൾബുകൾ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത് സൂര്യപ്രകാശമാണ്. അതോടൊപ്പം തന്നെ ഈർപ്പം നിലനിൽക്കുന്ന മണ്ണും ആയിരിക്കണം. സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കടഭാഗത്ത് ഡ്രൈ ആയി പോവാണ്ടിരിക്കാനായിട്ട് മൾച്ചിങ് സിസ്റ്റം ചെയ്തു കൊടുക്കണം ഇതിന്. ഇപ്പോൾ ഈ ചെടികളുടെയൊക്കെ കടഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം പൊതയിട്ട് വെച്ചിരിക്കുന്നത് കണ്ട. ഇത് നമ്മുടെ മരമൊക്കെ ചിന്തൂരള്ളി എടുക്കണ ആ ഒരു മരത്തിൻ്റെ ഇതില്ലേ, അത് വെച്ചിട്ട് പൊതയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിന് ചുറ്റും കാണുന്നത്, ചെടി നശിച്ച് പോവാണ്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ വെയിൽ വരുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കേടായി ചെടി പെട്ടെന്ന് നശിച്ചു പോവും. ഇത് മൾച്ചിങ് സിസ്റ്റം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇത്രയും ഭംഗിയിൽ ഒരുപാട് മൊട്ടും പൂവും വന്ന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അതപ്പോൾ എപ്പോഴും ഈർപ്പം നിൽക്കണ മണ്ണായിരിക്കണം ഇതിന് നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. സീസൺ ആകുമ്പോൾ വരുന്ന ഒരു പൂവും കൂടിയിട്ടാണ് ഏഷ്യാറ്റിക് ലില്ലി.